വിദ്യാർത്ഥികളെ ഇറക്കാനോ കയറ്റാനോ വേണ്ടി സ്കൂൾ വാഹനം നിർത്തിയിരിക്കുമ്പോൾ ഡാഷ്. ഹോൺ അടിച്ച് മുന്നോട്ടു പോവുക. ഹോൺ മുഴക്കി ഇടതുവശത്തിലൂടെ മുന്നോട്ടു പോവുക. പ്രത്യേക പരിചരണം ആവശ്യമില്ല. വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിൽ ജാഗ്രതയോടെയും മുന്നോട്ടു പോവുക. ഉത്തരം: വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിൽ ജാഗ്രതയോടെ മുന്നോട്ടു പോവുക. ഒരു വാഹനം ഒരു ചെറിയ റോഡിൽ നിന്നും ഒരു പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, വലത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും മുൻഗണന ആവശ്യമില്ല. ഉത്തരം: പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും. മോട്ടോർ വാഹനങ്ങളിൽ അനുവദനീയമായ ഹോൺ ഏതാണ്? എയർ ഹോൺ, മൾട്ടിടോൺ ഹോൺ, ഇലക്ട്രിക് ഹോൺ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം: ഇലക്ട്രിക് ഹോൺ. യാത്രക്കാരെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തിയ ഒരു ബസിന്റെ പുറകിലാണ് നിങ്ങളെങ്കിൽ ഡാഷ്. ക്ഷമയോടെ കാത്തിരിക്കുക. ഇടതുവശത്ത് നിന്ന് മാറിക്കടക്കുക. കാൽനട യാത്രക്കാരിൽ നിന്ന് മാറിക്കടക്കുക. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം: ക്ഷമയോടെ കാത്തിരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഇന്ധനം ലാഭിക്കാൻ ഡാഷ്. ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, കുറഞ്ഞ ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ കുറഞ്ഞ വേഗത, ഉയർന്ന ഗിയറുകളിൽ 45 to 65 km/h എന്ന ഏകീകൃത വേഗത. ഉത്തരം: ഉയർന്ന ഗിയറുകളിൽ 45 to 65 km/h എന്ന ഏകീകൃത വേഗത. നിങ്ങളുടെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രോ കാർബണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, വെള്ളം. ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. ഉത്തരം: ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. ഉയർന്ന ടോർക്കിനായി ഉപയോഗിക്കേണ്ട ഗിയർ ഡാഷ്. ഫസ്റ്റ് ഗിയർ, ടോപ്പ് ഗിയർ, സെക്കൻഡ് ഗിയർ, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം: ഫസ്റ്റ് ഗിയർ. അപകടത്തിൽപ്പെട്ടയാളെ ആരാണ് ചികിത്സിക്കേണ്ടത്? ഒരു സർക്കാർ ആശുപത്രി ഡോക്ടർ മാത്രം, ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ, സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാർ, മുകളിൽ പറഞ്ഞവർക്കെല്ലാം. ഉത്തരം: ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ. നിങ്ങളുടെ വാഹനം താഴേക്കുള്ള ഗ്രേഡിയന്റിൽ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിന് പുറമെ ഡാഷ് ഗിയർ, ന്യൂട്രൽ ഗിയർ, ആദ്യ ഗിയർ, റിവേഴ്സ് ഗിയർ, ടോപ്പ് ഗിയർ. ഉത്തരം: റിവേഴ്സ് ഗിയർ. സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടത് ഡ്രൈവർ മാത്രം, മുൻസീറ്റ് യാത്രക്കാർ മാത്രം, മുൻവശം അഭിമുഖീകരിച്ച് ഇരിക്കുന്ന എല്ലാ യാത്രക്കാരും, മുഴുവൻ യാത്രക്കാരും. ഉത്തരം: മുൻവശം അഭിമുഖീകരിച്ചിരിക്കുന്ന എല്ലാ യാത്രക്കാരും. ഒരു അപകടമുണ്ടായാൽ നിങ്ങൾ അടിയന്തര ആംബുലൻസ് തേടുന്നതിന് ഡയൽ ചെയ്യേണ്ട നമ്പർ എത്രയാണ്? 108, 101, 100, 109.
ഉത്തരം 108. ചിത്രത്തിൽ കാണുന്ന സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെഡ്ലൈറ്റിന്റെ തെളിച്ചം കൂട്ടാൻ, ഹെഡ്ലൈറ്റിന്റെ ബീം ഉയരം ക്രമീകരിക്കാൻ, ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ, മങ്ങിയ തെളിച്ചം മാറ്റാൻ. ഉത്തരം ഹെഡ്ലൈറ്റ് ബീമിന്റെ ഉയരം ക്രമീകരിക്കാൻ. ഒരു റൗണ്ടോ ബോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഗണന നൽകുന്നത് ഡാഷ്. ഒരു വാഹനങ്ങൾക്കും മുൻഗണനയില്ല. റൗണ്ടോ ബോട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക്, പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക്, ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക്. ഉത്തരം റൗണ്ടോ ബോട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക്. ഗീവ് വേ ലൈനുകൾ ഡാഷ് ആണ്. ഇടവിട്ട ഒറ്റ ലൈൻ, തുടർച്ചയായ ഒറ്റവരകൾ, തുടർച്ചയായ ഒറ്റവര, ഇടവിട്ട ഇരട്ടവരകൾ. ഉത്തരം ഇടവിട്ട ഇരട്ടവരകൾ. ചിത്രത്തിൽ കാണുന്ന വെള്ള നിറമുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷ് സൂചിപ്പിക്കുന്നു. ട്രാഫിക് ലൈനും കാരേജ് വേയുടെ മധ്യവും, മുറിച്ചു കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ, അപകടകരമായ മേഖല. ഉത്തരം ട്രാഫിക് ലൈനും കാരേജ് വേയുടെ മധ്യവും. റോഡ് സൈഡ് പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ്. ഉത്തരം മഞ്ഞ. സമർപ്പിത ബസ് പാതകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന റോഡ് അടയാളപ്പെടുത്തലിന്റെ നിറം ഏതാണ്? പച്ച, മഞ്ഞ, വെള്ള, നീല. ഉത്തരം നീല. ചിത്രത്തിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ സൂചിപ്പിക്കുന്നത്? കടന്നു പോവാൻ പാടില്ലാത്തതും പ്രധാനമായും റോഡിന്റെ ഇടത് അറ്റം നിർവചിക്കുന്നതുമായ ഒരു ലൈൻ, കാരേജ് വേയുടെ മധ്യഭാഗം, കാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ, ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. ഉത്തരം ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. ചിത്രത്തിൽ കാണുന്ന പച്ച നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷ് സൂചിപ്പിക്കുന്നു. കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, കാരേജ് വേയുടെ മധ്യഭാഗം, ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ, കാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ. ഉത്തരം ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. ചിത്രത്തിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷ് സൂചിപ്പിക്കുന്നു. കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, കാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ. 1ഉം 2ഉം ശരിയായ ഉത്തരമാണ്. മുകളിൽ കൊടുത്ത ഒന്നും ശരിയല്ല. ഉത്തരം 1ഉം 2ഉം ശരിയായ ഉത്തരമാണ്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.